ഇപ്പം ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. പ്രാർത്ഥന ആദ്യം ഒന്ന് മൊബൈൽ ഫോണുമായിട്ട് താരതമ്യം ചെയ്യണ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ദിവസം മുഴുവനും ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോകും. ജീവിതത്തിലെ പല തിരക്കുകൾക്കിടയിൽ നമ്മുടെ മനസ്സിൻ്റെ ഊർജം ചോർന്നു പോകുന്നത് പോലെയാണ് ഈ മൊബൈൽ ചാർജ് തീർന്ന പോലെ. അപ്പം ഈ പ്രാർത്ഥനയിലൂടെ നാം ആത്മീയമായിട്ടുള്ള ഊർജ സ്രോതസ്സുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വീണ്ടും ഉന്മേഷം വീണ്ടെടുക്കാനായിട്ട് പ്രാർത്ഥന ധാരാളമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കുറേ വീണ്ടും ഒരു കൺഫ്യൂഷൻ എന്താണ്. മറ്റൊരു എക്സാമ്പിളോട് പറയാം. നോർമലി ഇപ്പോൾ തിക്കും തിരക്കുമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഉത്സവ പറമ്പിനെ എടുക്കാം. അവിടെ ഒരു ചെറിയ കുട്ടി ആ തിക്കിനും തിരക്കിനിടയിൽ നമ്മൾ കൊണ്ടുപോയ അപ്പൂപ്പൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ കൈവിട്ട് പോയി കഴിഞ്ഞാൽ, ഇത്രയും തിരക്കിനിടയിൽ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടി പേടിച്ച് കരയും. എന്നാൽ വീണ്ടും അച്ഛൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞാലോ അവന് പേടിയുണ്ടാവില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ആ അച്ഛൻ്റെ കൈ പിടിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ സുരക്ഷിതരാണ് എന്ന ബോധ്യം നൽകാനായിട്ട് പ്രാർത്ഥന നമ്മൾ ധാരാളമായിട്ട് സഹായിക്കും. ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരും, അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പ്രാർത്ഥന എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കി. ഇനി അടുത്ത കാര്യമാണ്, ആക്ച്വലി എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ശക്തിയോ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരിടം കാണുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് ഓരോ ആൾക്കാർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. മേ ബി എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു ബ്രീഫായിട്ടുള്ള ഒരു അനലൈസിങ് എന്ന ബേസ് ചെയ്ത് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കാനായിട്ടുള്ള ഒരു ഇടം ആയിട്ട് നമുക്ക് പ്രാർത്ഥനയെ കാണാൻ പറ്റും. അതിനോടൊപ്പം നമുക്ക് ചേർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്നാമത്തത് നന്ദി പറയാൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നന്ദി പറയാൻ. ഒരു സുഹൃത്ത് നമുക്ക് ഒരു സമ്മാനം തന്നാൽ നാം എന്ത് പറയും? താങ്ക്സ് അളിയ, താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് നമ്മൾ ആ സുഹൃത്തിനോട് നമ്മൾ പറയും. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം നമുക്ക് നൽകിയ ശ്വാസത്തിനും ജീവിതത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനായിട്ട് നാം എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, വഴിവിളക്കായി. കപ്പൽ യാത്രയിൽ പ്രോപ്പറായിട്ടൊരു ദിശ കാണിക്കുന്ന കാര്യമാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കടലിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കര തിരിച്ചറിയുന്നത് ലൈറ്റ് ഹൗസിലൂടെയാണ്. അപ്പോൾ പ്രാർത്ഥനയും ഇതുപോലെയാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കാനായിട്ട് ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ സഹായിക്കുന്നു. ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ചുമ്മാ തിയറട്ടിക്കൽ മാത്രം കേട്ട് കളയാതെ ജീവിതമായിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുക എന്താണ് പറയുന്നതെന്ന്. മൂന്നാമത്തത്, എന്തിന് പ്രാർത്ഥിക്കുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി. മറ്റുള്ളവർക്ക് സുഖം കിട്ടാൻ, മറ്റുള്ളവർക്ക് പല സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ വിശാലമാകും. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ ക്ലാസ്സിലും രാവിലെ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചുരുങ്ങിപ്പോവും, സ്വാർത്ഥരാകും. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശാലമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരാവും. സോ ടിൽ നൗ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു $1,000,000 ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ പ്രാർത്ഥിക്കണം? അത് പലപ്പോഴും പല ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താണ് സംഭവം. ശരി, പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം
വായ കൊണ്ട് ചൊല്ലുന്ന മന്ത്രങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ആ ഒരു വികാരത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ ഒരു ഡോക്ടറിനോട് രോഗി എന്ത് അസുഖമാണ്, അല്ലെ അവന്റെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നത് പോലെ ദൈവത്തോട് നമ്മുടെ അവസ്ഥകൾ തുറന്നു പറയുന്ന രീതിയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. വിശദമായി ആ ഒരു ഡിവൈനുമായിട്ട് സംസാരിക്കാം. അപ്പൊ ഇവിടെ ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റും, എൻ്റെ പരാതികൾ പറയുക എന്നതാണോ? നിങ്ങൾ നിങ്ങളുടെ പരാതികൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ എന്ത് വിഷമോ സങ്കടമോ ദുഃഖമോ ദുരിതമോ എല്ലാം നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് കൊടുക്കുന്നതല്ല ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ തുടക്കത്തിൽ ഓൾറെഡി പറഞ്ഞു പോയതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി എക്സ്പ്രസ് ചെയ്യുക ഒരവസ്ഥ ഞാൻ സൂചിപ്പിക്കേണ്ടായി. നന്ദി പറയാനായിട്ട് പ്രാർത്ഥിക്കുന്നത് നന്ദി പറയാൻ വേണ്ടിയിട്ടാണെന്ന്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞതിന് ശേഷം ആത്മാർത്ഥത, അല്ലെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് തുറന്ന് സംസാരിക്കുക, തുറന്ന് പറയുക. അവിടെ വേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. വിത്ത് വിതച്ച ഉടനെ നമുക്ക് ഫലം കിട്ടത്തില്ല, അത് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പ്രാർത്ഥനയുടെ ഫലവും ലഭിക്കാനായിട്ട് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ആ ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഗണപതിയെ പ്രാർത്ഥിക്കും, നാളെ മുരുകനെ പ്രാർത്ഥിക്കും. ഇന്ന് ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അങ്ങേരൊന്നും തരൂല എന്ന്. പിന്നെ മുരുകനും തന്നില്ല, അടുത്ത പരിപാടി നേരെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പോകും. ഇങ്ങേരും കണ്ണിച്ചോരല്ലാത്തവനാണ്, അടുത്ത ആളെ തേടിപ്പോ. കാര്യം ക്ഷമയില്ലാത്തതുകൊണ്ടാ. ഇറ്റ് വിൽ ടേക്ക് ടൈം. പല പരീക്ഷണങ്ങളും തമ്പുരാൻ തരും. എന്തിനാ? നീ അതിന് തികച്ചും യോഗ്യനാണോ അല്ലേ എന്നറിയാനായിട്ട്. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പാത്രത്തിൽ നിറയെ ചെളി വെള്ളം ആണെങ്കിൽ അതിൽ നോക്കിയാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മുഖം കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ആ വെള്ളം അനങ്ങാതെ കുറച്ചു നേരം വെച്ചാൽ ആ ചെളി താഴേക്ക് അടിഞ്ഞു പോവും. അപ്പോൾ ആ വെള്ളം തെളിയും. അതുപോലെയാണ് മനസ്സിനെ നിശബ്ദമാക്കി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള സത്യം നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള സത്യം നമുക്ക് കാണാൻ കഴിയുള്ളൂ. സോ അതുകൊണ്ടാണ് ക്ഷമയോടെ കാത്തിരിക്കാൻ, അല്ലെങ്കിൽ ക്ഷമയോടെ ഇരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. നാം പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ സംശയം എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ബലം ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് കൃഷ്ണൻ, നാളെ മുരുകൻ, മറ്റന്നാൾ ഗണപതി, അതിൻ്റെ ശിവനായിട്ട് പോകുന്നത്. അപ്പോൾ വിചാരിക്കും, എൻ്റെ മതങ്ങൾ സൂപ്പറാണ്, ഞാൻ ഒരാളെ മാത്രം വിശ്വസിക്കുന്നു. ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അവിടെയും ഇതാണ് പ്രോബ്ലം. വിശ്വാസം എന്നുള്ള സംഭവം, ക്ഷമ എന്ന് പറയുന്ന സംഭവം. അടുത്തത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കണേ. വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുക. അഹങ്കാരം വെടിഞ്ഞ് പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ബോധത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളത് സ്വീകരിക്കണോ വേണ്ടേ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. കാര്യം എനിക്കറിയില്ലല്ലോ എനിക്ക് എന്താണ് മികച്ചതെന്ന്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മികച്ചത് വെച്ചിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ കരുതും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, എനിക്കൊരു പൂ തരണമെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ ഒരു പൂക്കാലമായിരിക്കും ഒരുക്കി വെച്ചിട്ടുള്ളത്, ഒരു പൂന്തോട്ടമായിരിക്കും ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പൂ വേണോ, ഒരു പൂന്തോട്ടം വേണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന തരത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, ക്രമമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു ശീലമാക്കണം. സന്തോഷമുള്ളപ്പോഴും സങ്കടമുള്ളപ്പോഴും പ്രാർത്ഥിക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം. ദിവസവും കുറച്ച് സമയം
നിശബ്ദമായിരിക്കുക. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം വർദ്ധിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. ഒന്നും ചോദിച്ചില്ലേലും കുഴപ്പമില്ല, ജസ്റ്റ് ആ ഡിവൈൻ കണക്ഷനുമായിട്ട് ജസ്റ്റ് കുറച്ചു നേരം മിണ്ടാതിരിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു യാചനയല്ല ആക്ച്വലി, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ദാഹമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ശുദ്ധമായ മനസ്സോടെ സ്നേഹത്തോടെ നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയും തീർച്ചയായും കേൾക്കപ്പെടും. റിപ്പീറ്റ് ചെയ്യുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ ശുദ്ധ മനസ്സോടുകൂടി സ്നേഹത്തോടു കൂടി നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയും തീർച്ചയായിട്ടും അത് തമ്പുരാൻ കേൾക്കും, അത് ഉറപ്പാണ്. പ്രാർത്ഥന എന്നത് ദൈവത്തോട് ഒരു യാചനയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ദാഹമാണ്. തുടക്കത്തിൽ മൊബൈൽ ഫോണ് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ ചാർജ് റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഊർജം പോകുമ്പോൾ ആ ഊർജത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന ഉപയോഗിക്കുന്നത്. സോ ഇപ്പോൾ പ്രാർത്ഥന എന്നത് ദൈവത്തെ മാറ്റാനല്ല, മറിച്ച് നമ്മെ മാറ്റാനാണ്. ആക്ച്വലി അതിനാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല ദൈവത്തെ മാറ്റി മാറ്റി പ്രാർത്ഥിക്കുകയല്ല, നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സോ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും ആ പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് മാറിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. നിങ്ങളെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഒരു പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ ആ പ്രശ്നത്തെ നേരിടാനായിട്ടുള്ള നമ്മുടെ മനോഭാവം മാറിയിട്ടുണ്ടാവും. അതും പ്രാർത്ഥനയുടെ ഒരു യഥാർത്ഥ വിജയമാണ്. അതും തമ്പുരാൻ വിളികേട്ടൻ്റെ ഒരു റിസൾട്ടാണ്. സോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയെ കുറിച്ച്. Hope you understand, right? Yes, sir. Yes. So yeah, thank you so much. നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി മുതലെങ്കിലും. ഓക്കെ, ആ ഡിവൈൻ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കുക. ഫിസിക്കലി കാണുന്ന ഫോം അല്ല ഒരു ഡിവൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രത ചെയ്യിപ്പിക്കാനായിട്ട്, ഒരു ഫോക്കസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഊർജം അതിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കാണുന്ന പല ഫിസിക്കൽ ഫോമിലായിട്ടുള്ള അല്ലെങ്കിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ദൈവങ്ങൾ. എന്തിലേലൊന്നും മനസ്സിനെ ഫോക്കസ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. സോ അപ്പോൾ മനോഹരമാക്കുക, നന്നായി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം ശുഭമായി നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.